ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ വളാഞ്ചേരിയിൽ പുതിയ ബസ് സ്റ്റാൻഡ് ഒരുങ്ങുന്നു. ഇതിനോടനുബന്ധിച്ചുള്ള ബസ് ടെർമിനൽ കോംപ്ലക്സിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജനുവരി 14 ചൊവ്വാഴ്ച നടക്കും. മുൻ ഭരണസമിതി ബസ് സ്റ്റാൻഡിനായി അംഗീകരിച്ച് കരാർ വെച്ചത് അനന്തമായി നീളുന്നതിനാലും നിലവിൽ കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ പദ്ധതി നടപ്പിലാക്കാൻ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിലുമാണ് പുതിയ ബസ് സ്റ്റാൻഡ് പ്രവൃത്തിയുമായി നഗരസഭ മുന്നോട്ടു പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നതിനും ബസ്സുകളുടെ എണ്ണത്തിലുള്ള വർധനവ് കണക്കിലെടുത്ത് നഗരസഭയിൽ 3 അതിലധികമോ ബസ് സ്റ്റാൻഡുകൾ നിർമ്മിക്കേണ്ട സാഹചര്യമാണുള്ളത്. കേസ് തീർപ്പാക്കുന്ന സാഹചര്യത്തിൽ ബസ് സ്റ്റാൻഡ് യാർഡ് നിർമ്മാണം ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ വളാഞ്ചേരി ടൗണിനോട് 1, 2, 3 ബസ് സ്റ്റാൻഡുകൾ വന്നാൽ പോലും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ അതിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വ്യക്തമായിക്കൊണ്ട് തന്നെ നഗരസഭയുടെ സ്റ്റാൻഡ് അഫിഡവിറ്റോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അനന്തമായിട്ട് ഇത് നീണ്ടുപോകുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ നേരത്തെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ LLP അവരുടെ ബാക്കിയുള്ള സ്ഥലത്ത് പിന്നെ നഗരസഭയുടെ നിയമാനുസൃതമായിട്ടുള്ള രീതിയിൽ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ടെർമിനൽ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചൊവ്വാഴ്ച വൈകിട്ട് 4:30 കൂടിയിട്ട് ബഹുമാനപ്പെട്ട MLA പ്രവൃത്തി നിർവഹിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നതിനും യാത്രക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനും വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടിയും യാത്രക്കാർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സ്ഥലത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് വരുന്നത്. അതിനോടനുബന്ധിച്ചുള്ള ബസ് ടെർമിനൽ കോംപ്ലക്സ് നിർമ്മാണ പ്രവൃത്തിയാണ് ജനുവരി 14 ചൊവ്വാഴ്ച വൈകുന്നേരം 4:30 MLA KK ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ പറഞ്ഞു. ബൈറ്റ് നഗരസഭാ കൗൺസിൽ തീരുമാനപ്രകാരം നിലവിലെ ബസ് സ്റ്റാൻഡിന്റെ 200 മീറ്റർ ചുറ്റളവിൽ ബസ് സ്റ്റാൻഡിന് സൗകര്യപ്രദമാകുന്ന സ്ഥലത്തിന് വേണ്ടി സ്വകാര്യ വ്യക്തികളിൽ നിന്നും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് താൽപര്യപത്രം ക്ഷണിക്കുകയും 2 സ്വകാര്യ വ്യക്തികൾ കൊട്ടേഷൻ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കൗൺസിൽ ചർച്ച ചെയ്യുകയും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി അംഗീകരിച്ച പോസ്റ്റ് ഓഫീസ് സമീപമുള്ള സ്ഥലം നഗരസഭയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിലവിൽ കോടതിയിൽ നടക്കുന്ന കേസുമായി മുന്നോട്ടു പോകുമെന്നും ചെയർമാൻ അറിയിച്ചു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട.